എടി നീ കളിക്കാൻ വരുന്നില്ലേ? ഇല്ല ഞാൻ ഇല്ല. നീ പൊക്കോ, നീ പൊക്കൂടി. ഇല്ല പാർവതി, ലക്ഷ്മി വരാതിരുന്നേ വിളിച്ചില്ലേ? വിളിച്ച സിസ്റ്റർ വന്നില്ല. അന്നാ പിന്നെ നമുക്ക് കളിക്കാം അല്ലേ? ആർദ്ര, മോളിന്ത് കളിക്കാൻ പോയില്ലേ? എന്താ പറ്റിയേ? 2 ദിവസമായി സിസ്റ്റർ ശ്രദ്ധിക്കുന്നു. സിസ്റ്റർ, ഞാൻ രാത്രി കുത്തിരുന്ന് കുറേ പഠിക്കുന്നുണ്ട്. പക്ഷെ എക്സാമിനേക്ക് മര്യാദയ്ക്ക് മാർക്കൊന്നും കിട്ടണില്ല. ഇത് കാരണം അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമാണ്. മോള് വിഷമിക്കണ്ട, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. നീ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയല്ലേ, ഇനി നന്നായിട്ട് പഠിക്കാൻ പറ്റും. സിസ്റ്റർ പോയില്ലേ? ഹേയ്, ഞാൻ പോയില്ല. ഞാൻ ആർദ്രയോടൊന്ന് സംസാരിക്കായിരുന്നു. സിസ്റ്റർ വാതിലൊക്കെ അടച്ച് പോന്നേക്കില്ലേ? ഞാൻ പോയിക്കോട്ടെ? നേരെ ഒരുപാട് വൈകിയല്ലോ, നമുക്കൊന്ന് നാളെ കാണാം. സിസ്റ്റർ മോൾക്കേ ഒരു പുസ്തകം വായിക്കാൻ തരാം. കേരളത്തിലെ പഞ്ചക്ഷത. ലൈബ്രറി പോയിട്ട് വേണം ആ പുസ്തകം എടുക്കാൻ. അല്ല, സിസ്റ്റർ പറഞ്ഞ പുസ്തകമാണല്ലോ ഇത്. കേരളത്തിലെ പഞ്ചക്ഷത ഒരു ദൈവനിയോഗം പോലെയല്ലേ? സിസ്റ്റർ, എന്തായാലും ഞാൻ ഈ പുസ്തകം വായിക്കാം. ജീവിത പ്രതിസന്ധികൾ കൊടും വെയിലായി തളർത്തുമ്പോൾ തണലേകാൻ ചില വൻ വൃക്ഷങ്ങൾ വേണം. ഈ അമ്മയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരു തണൽ മരച്ചുവട്ടിൽ നിൽക്കുന്നതിൻ്റെ ആശ്വാസമില്ലേ? അതാണ് നമ്മുടെ അമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ.